പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെയാൽ ധാരയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോനാഥ, ഈ 3 മണി സമയം നിന്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഇത്രമാത്രം വിലയുള്ളതായി കണക്കാക്കി ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. നിന്റെ അനന്ത കാരുണ്യത്തെ ധ്യാനിച്ചുകൊണ്ട് നീ ഞങ്ങളോട് ഓരോ നിമിഷവും കാണിച്ചുകൊണ്ടിരിക്കുന്ന അനന്തമായ ദയയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളുടെ കൂടെയുള്ളതാണ് ഞങ്ങളുടെ ബലം. നിന്നോട് കൂടെയായിരിക്കുക എന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. ദൈവമായിരുന്നിട്ട് മനുഷ്യനായി ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ സ്നേഹിച്ച് നിന്റെ സ്വന്തമാക്കിയ നിന്റെ അനന്തമായ കാരുണ്യം ഈ നിമിഷം ധ്യാനിച്ചുകൊണ്ട് നിന്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ നിയോഗങ്ങളും അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആ കരുണയിൽ പൂർണ്ണമായ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മളായിരിക്കുകയാണ് ഈ നിമിഷം. കൃപയുടെ സമയം. കർത്താവ് മനുഷ്യവംശത്തിൻ്റെ മേൽ അനന്തമായ കൃപ ചൊരിഞ്ഞ മഹത്തായ നിമിഷം. ഈശോ വെളിപ്പെടുത്തിയതുപോലെ ഈ നിമിഷം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ സഫലീകരിച്ചു തരും. ദൈവം നൽകിയൊരു വലിയ വാഗ്ദാനമാണ്. പൂർണ്ണമായ വാഗ്ദാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വചന വെളിച്ചത്തിൽ 1-2 കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നമുക്കറിയാം, നമ്മളായിരിക്കുന്ന നമ്മുടെ സമൂഹം വിശ്വാസം അതിൻ്റെ തീക്ഷ്ണതയിൽ ജീവിക്കുവാനും അതുപോലെ പ്രഘോഷിക്കുവാനും ഒക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നൊരു കാലഘട്ടമാണ്. വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനും വിശ്വാസ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒത്തിരിയേറെ സാഹചര്യങ്ങളോടെ നമുക്ക് ലഭിക്കുമെങ്കിലും വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. സാങ്കേതികമായ പ്രയാസങ്ങൾ, ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾ, സമൂഹത്തിലുണ്ടാകുന്ന ഒരു അബദ്ധ ചിന്താഗതികൾ, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വചനം നമ്മളെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് നൽകുന്ന കൃപകൾ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴും അപ്രകാരം ജീവിക്കുവാനായിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും നൽകിയാണ് നമ്മളെ അയച്ചത്. അതേസമയത്ത് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം ഇത്ര ശക്തമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് അവർ നേരിട്ട് കണ്ട ഒരു ജനതയാണ്. ദൈവം അവരെ ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിതത്തിൽ അവരുടെ നാശത്തിൻ്റെ വക്കിൽ നിന്ന് അവരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും അവരനുഭവിച്ചറിഞ്ഞതുമായൊരു വലിയ കാര്യമാണ്. തലമുറകളായിട്ട് ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളും അവരനുസ്മരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ വിശ്വാസം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യം ഇതാണ്. പക്ഷെ അതേ സമയത്ത് വർഷങ്ങൾ കടന്നു പോയപ്പോൾ ദൈവത്തോടുള്ള അവരുടെ ആ ഒരു സ്നേഹവും
കരുതലും വിശ്വസ്തതയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദൈവം അത്രമാത്രം വിശ്വസ്തനാണെങ്കിലും ദൈവത്തിൻ്റെ ആ ഒരു വിശ്വസ്തതയിൽ നിന്നൊക്കെ ജനം വഴിമാറിപ്പോയി. അതിൻ്റെ പരിണത ഫലമായിട്ട് അവരുടെയൊക്കെ ജീവിതം ഒത്തിരിയേറെ കഷ്ടതകൾ അനുഭവപ്പെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവത്തോട് ചേർന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 2 പ്രധാനപ്പെട്ട തിന്മകൾ ദൈവജനം ദൈവത്തിനെതിരായിട്ട് ചെയ്തത്. 13-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ദൈവം അരുളി ചെയ്യുന്ന കാര്യമാണ്. ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അതായത് അവർ ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് മറന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് ഇനി ഞങ്ങൾക്ക് ദൈവമില്ലെങ്കിലും ജീവിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ മാറി. രണ്ടാമതായിട്ട് അവരുടെ ജീവിതത്തിലെ 2-ാമത്തെ തിന്മയാണ് ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തത്. അവരുടെ ആത്മീയ ജീവിതമാണ്. അതായത് തന്നെ രക്ഷിക്കുവാൻ കഴിവില്ലാത്തവരുടെ മേൽ അത്രമാത്രം ആഴമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അന്യദൈവങ്ങളുടെ പുറകെ അവർ പോയി. ഇതായിരുന്നു ദൈവം കണ്ടുപിടിച്ച ഇവരുടെ തിന്മകൾ. അതായത് ഇത്രമാത്രം ഇവരെ സ്നേഹിച്ചിട്ടും ഇവരെ ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനം. 2, അവരെ സ്വന്തമായി രക്ഷിക്കുവാൻ ഒരു കഴിവുമില്ലാത്ത മറ്റു ദൈവങ്ങളുടെ പുറകെ ഇവർ പോയി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിശ്വാസരാഹിത്യം എന്ന് പറയുന്നത് തന്നെയാണ്. ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ആ ദൈവത്തെ നമ്മൾ വളരെ മനഃപൂർവ്വം ഒഴിവാക്കി അതിന് പകരമായിട്ട് നമ്മളെ ഒരിക്കലും ആത്മീയമായി രക്ഷപ്പെടുത്തുവാൻ കഴിവില്ലാത്ത ചില വസ്തുക്കളിലും വ്യക്തികളിലും മറ്റ് പ്രസ്ഥാനങ്ങളിലും ചില പ്രത്യയശാസ്ത്രങ്ങളിലൊക്കെ നമ്മൾ വിശ്വാസം അർപ്പിച്ചു. ഇങ്ങനെ ജീവിച്ചാൽ ഞാൻ രക്ഷപ്പെടുമെന്നുള്ള അബദ്ധ ചിന്താഗതിയിൽ പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കരുണയിൽ അഭയം പ്രാപിക്കുവാനായിട്ട് ദൈവം പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം അത് തന്നെയാണ്. അതായത് നമ്മളെ ഓരോരുത്തരെയും ഇത്രമാത്രം സ്നേഹം നൽകി വീണ്ടെടുത്ത ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത്. ആ ദൈവത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും. അതുകൊണ്ടാണ് 121-ാം സങ്കീർത്തനം പറയുന്നത്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുൻപോട്ട് പോകണം, എപ്രകാരം മുൻപോട്ട് പോകണമെന്നൊക്കെ ഒത്തിരിയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവപ്പെടുമ്പോൾ 121-ാം സങ്കീർത്തനം പറയുന്നു, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. സങ്കീർത്തകൻ നൽകുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ്, എനിക്ക് സഹായം വരുന്നത് മുഴുവനും ദൈവത്തിൽ നിന്നാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള വ്യക്തികളിൽ നിന്നോ അതോ അല്ലെങ്കിൽ സമ്പത്തിൽ നിന്നോ അധികാരത്തിൽ നിന്നോ ഒന്നുമല്ല, മറിച്ച് എനിക്ക് ഈ സഹായം വരുന്നത് മുഴുവനും ദൈവത്തിൽ നിന്നാണ്. വീണ്ടും സങ്കീർത്തകൻ പറയുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്ന് എന്നേക്കും കാത്തുകൊള്ളും. ഒരു വലിയ ഉറപ്പ് കർത്താവ് സങ്കീർത്തനങ്ങളിലൂടെ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും വചനം നമ്മുടെ മുമ്പിലേക്ക് നൽകുന്ന വലിയൊരു പ്രകാശം എന്ന് പറയുന്നത്, ഇത്രമാത്രം നമ്മളെ കരുതുന്ന, നമ്മുടെ കൂടെയായിരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും ത്യാഗം സഹിച്ച് വീണ്ടെടുത്ത ആ കർത്താവിൽ അഭയം പ്രാപിക്കുക. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കും. ഏറ്റവും പ്രധാനമായ കർത്താവെ, ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനും എൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിച്ചത് എല്ലാം നിൻ്റെ വലിയ കരുണയാണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി ആ കരുണയിലൂടെ മാത്രമാണ്
നിത്യരക്ഷ ഞങ്ങൾക്ക് നേടുവാൻ കഴിയുന്നത്. ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുടുംബജീവിതത്തെയും വ്യക്തിപരമായ ജീവിതത്തെയും ഞങ്ങളെല്ലാ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ശാരീരികവും മാനസികവുമായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ചില തടസ്സങ്ങൾ, വിവാഹബന്ധത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങൾ ലഭിക്കാതെ വരുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. വിവാഹമോചനത്തിൻ്റെ വക്കിലായിരിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കൾ, ഈശോയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ എൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും എൻ്റെ വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആ വലിയ ബോധ്യത്തോടെ നിൻ്റെ കരുണയിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയം വെക്കുന്നു. ഈശോ ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ താഴ്ന്ന സ്ഥലത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.